പരിശുദ്ധമായ റജബ് മാസം കൂടുതൽ അല്ലാഹുവിനെ പേടിക്കേണ്ട മാസമാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകേണ്ട മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യും പോലെയല്ല. പരിശുദ്ധമായ റജബിൽ തെറ്റ് ചെയ്താൽ കുറ്റങ്ങൾ കൂടുതലാണ്, ശിക്ഷ കൂടുതലാണ്, കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട മാസമാണ്. അല്ലാഹു നമുക്ക് തയ്യാർ ചെയ്തു തന്നതാണ്. വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിത്തുകൾ പാകേണ്ട മാസമാണ് വിശുദ്ധമായ ശഅബാൻ. ആ വിത്തുകളിലേക്ക് നല്ല വെള്ളമൊഴിക്കേണ്ട മാസമാണ്. സ്വലാത്തിന്റെ മാസമാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ റമളാനിൽ നമുക്ക് നല്ല വിളവെടുപ്പ് നടത്തണോ, നല്ല കൃഷികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കണോ, അഥവാ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നല്ല അമലുകൾ നമുക്ക് ചെയ്യണോ? അതിന് റമളാനിലേക്കുള്ള യാത്രയിൽ നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മൾ നടുന്ന വിത്തുകൾ നല്ല വിത്തുകളാകണം. ആ വിത്തുകൾ മോശമാകാൻ പാടില്ല. അത് വിളവെടുപ്പിന് പാകമായ വിത്തുകളാകണം. അതുകൊണ്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് വലിയ ഫലങ്ങൾ ഉണ്ടാകണം. നല്ല കായ്കളും നല്ല കായ്ക്കനികളും നല്ല വൃക്ഷങ്ങളും നല്ല പടവൃക്ഷങ്ങളുമായി നല്ല 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 വിളവെടുപ്പ് തരുന്ന നല്ല വിത്തുകളായിരിക്കണം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത്. അഥവാ ചെയ്യുന്ന അമലുകൾ നല്ല അമലുകളാകണേ. നല്ല അമലുകൾക്ക് തുടക്കം കുറിക്കണേ. റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണേ. എന്നിട്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പോരാ, ആമീനിന്റെ ഊക്ക് പോരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ഈമാനോടുകൂടെ ജീവിച്ച് നല്ല ഈമാനോടുകൂടെ ഖൽബ് ലംഘി അല്ലാഹുവിന്റെ ദുനിയാവിൽ നമുക്ക് യാത്ര പോകണം. അതായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. നല്ല പരിശ്രമം വേണം. തെരഞ്ഞെടുപ്പിന് വേണ്ടി അധ്വാനിച്ചില്ലേ? തെരഞ്ഞെടുപ്പിന് വേണ്ടി ഓടി നടന്നില്ലേ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ആ അധ്വാനങ്ങളെല്ലാം കുറെ ആളുകൾക്ക് ഫലം കണ്ടു, കുറെ ആളുകൾക്ക് ഫലം കണ്ടില്ല. അല്ലാഹു നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരികയാണ്. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. ഭൗതികമായ ലോകത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് അധ്വാനവും നമ്മൾ അധ്വാനിക്കുകയാണ്, ഓടി നടക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, ചോര നീരാക്കുകയാണ്, ഒരുപാട് സമയം പണിയെടുക്കുകയാണ്. എല്ലാം ഭൗതികമായ ലോകത്തെ ഒരുപാട് ജീവിതത്തിന് വേണ്ടിയാണ്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അല്ലാഹുവിന് വേണ്ടി പരിശ്രമിക്കണം, അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കണം, കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം, ഒരു നിസ്കാരം പോലും ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ ലദ്ദത്ത് കണ്ടെത്തണം, ആത്മാർത്ഥതയോടെ ആയിരിക്കണം. 5 വക്ത് നിസ്കാരവും ആരെയെങ്കിലും ബോധിപ്പിക്കാനുള്ളതല്ല, ആരെയും കാണിക്കാനുള്ളതല്ല. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നിർബന്ധമായും നിർവഹിക്കേണ്ട ഇബാദത്താണെന്ന് കരുതി നല്ല ഇഖ്ലാസോടുകൂടെ ആ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന് വേണ്ടി നോമ്പെടുക്കണം. നോമ്പെടുക്കുന്നവരുണ്ട്. പരിശുദ്ധമായ റജബിലും ശഅബാനിലും റമളാനിലും നോമ്പ് നോക്കി അങ്ങനെ 90 നോമ്പ് നോൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അങ്ങനെ അങ്ങ് നമ്മൾ ജീവിച്ച് മരണപ്പെട്ടാൽ അല്ലാഹു നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നത് വലിയ വിജയങ്ങളാണ്, വലിയ പറുദീസകളാണ്. മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ജീവിതത്തിൽ തന്നെ
കാലിന് ചെറിയ ഒരു മുടന്തുള്ള സ്വഹാബിയായിരുന്നു. ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് സമ്മതം തരണം നബിയേ. എന്തിനു വേണ്ടിയാണ് സമ്മതം തരേണ്ടത്? അല്ലാഹുവേ, അവന്റെ അവിടുത്തെ കൂടെ മുത്തു റസൂലുള്ളാന്റെ കൂടെ ഉഹദ് യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം യാ റസൂലല്ലാഹ്. ദീനിനു വേണ്ടി യുദ്ധം ചെയ്യണം യാ റസൂലല്ലാഹ്. എന്നിട്ട് എനിക്ക് ധീര രക്തസാക്ഷിയാകണം യാ റസൂലല്ലാഹ്. ബദർ യുദ്ധത്തിൽ എന്റെ മക്കൾ എന്നെ വിട്ടില്ല, എന്നെ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ തയ്യാറായിരുന്നു നബിയേ, ഞാൻ യുദ്ധത്തിന്റെ വാളുമെടുത്ത് പുറപ്പെട്ടിരുന്നു നബിയേ. പക്ഷേ എന്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ കാലിന് ഒരു മുടന്താണല്ലോ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയൂലല്ലോ, ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾക്ക് ധീരമായി പോരാടാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഉപ്പാ, നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ടതില്ല ഉപ്പാ എന്ന് പറഞ്ഞ് എന്റെ മക്കൾ എന്നെ മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ഞാനിതാ മക്കളുടെ മക്കൾ എനിക്ക് സമ്മതം തരാത്തത് കൊണ്ട് മുത്തുനബിയെ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി പങ്കെടുക്കാൻ എന്നെ സമ്മതിക്കണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് കരയുകയാണ്, പൊട്ടി കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നബിയെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാൻ ദുആ ചെയ്തത്, അല്ലാഹ്, ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ എനിക്ക് ശത്രുക്കളോട് ഏറ്റുമുട്ടണം, ധീരമായി യുദ്ധം ചെയ്ത് അവസാനം ഉഹദിന്റെ രണാങ്കളത്തിലെ എനിക്ക് ധീരരക്തസാക്ഷിയാകണം അല്ലാഹ്. അതിനു വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്, എന്നെ സഹായിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഉഹദിന്റെ രണാകളത്തിൽ ശത്രുക്കൾക്കെതിരെ ധീരമായ യുദ്ധം ചെയ്യാൻ മുത്തു റസൂലുള്ളാഹിന്റെ സമ്മതം ലഭിക്കുകയാണ്. ആ യുദ്ധത്തിൽ വെച്ച് അതേ ശത്രുക്കളോട് ധീരമായി പോരാടി ധീരരക്തസാക്ഷിയായി മാറി സയ്യിദുനാ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു, പ്രയാസപ്പെടുകയായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അല്ലാഹുവിന് വേണ്ടി പരിശ്രമിക്കണം. ഭൗതികമായ ലോകത്തുള്ള പരിശ്രമങ്ങളിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകളും ഒരുപാട് വേണ്ടായ്മകളും ഒക്കെ പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി എന്ന് പറയുന്നത്, ഒരു പെണ്ണ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സ്ഥാനങ്ങളും വലിയ ബഹുമാനങ്ങളും വലിയ ആദരവുകളുമാണ് അല്ലാഹു കൽപ്പിച്ചത്. ഒരു ഉമ്മാക്ക് കിട്ടുന്ന ഒരു ഗുണവും ഒരാൾക്കും ലഭിക്കുകയില്ല. ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കല് പുണ്യമാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുകയാണ്. ഒരു ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുക, അത് വലിയ പുണ്യമുള്ള അമലാണ്, വല്ലാത്ത ഒരു അമലാണ്. മഹാന്മാരൊക്കെ ഉമ്മ മരിക്കുമ്പോ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടി കരയുമായിരുന്നു അത്രേ. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു അത്രേ, എന്തിനാണ് ഒരാൾ മരണപ്പെട്ടാൽ ദുഃഖം കൂടുതൽ പാടില്ല എന്നല്ലേ? അല്ലാഹുവിന്റെ ദീനിൽ അതിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്. നെഞ്ചത്തടിച്ച് കരയരുത്, അനാവശ്യമായ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കരുത്. അതിനൊക്കെ ചില ലിമിറ്റുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടതിന്റെ ദുഃഖാചരണം 3 ദിവസമായിട്ട് അല്ലാഹു നിശ്ചയിച്ചത് തന്നെ അതിനൊക്കെ വലിയ ലിമിറ്റുകൾ വേണമെന്നതാണ്. അല്ലാതെ ഒരാൾ മരിച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ കരിഞ്ഞുകൂടിയാൽ അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയോ? ചില വീടുകളിലേക്ക് ഞാൻ പോകാറുണ്ട്. അപ്പോഴൊക്കെ അവിടെ മക്കളോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും. ഇപ്പോഴും ആ മരണപ്പെട്ട വേദനകൾ മാറാതെ ഇപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. അവരെ കുറിച്ചുള്ള ഓർമ്മകൾ വേണം.
അവർക്ക് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, ഒക്കെ വേണം. പക്ഷെ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞിരുന്നാല് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടക്കുമോ? മനസ്സിനിങ്ങനെ ടെൻഷൻ കൊടുത്താൽ നമ്മളും പെട്ടെന്ന് മരിച്ചു പോവുകയല്ലേ ചെയ്യുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാള് തൂല ഹയാത്ത്, ഒരാൾക്ക് അല്ലാഹു നല്ല ദീർഘായുസ് കൊടുത്തു. അതുപോലെ തന്നെ വാസുന അമലു, ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഒരാൾക്ക് കിട്ടി. അയാളാണ് ഏറ്റവും നല്ല ഉത്തമനായ ഖൈറായ മനുഷ്യനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോയാൽ മതിയോ? പറ്റൂല. പെട്ടെന്ന് മരിച്ചു പോകലല്ല, കുറെ കാലം ജീവിക്കണം, ദീർഘായുസ്സോടെ ആഫിയത്തോടെ കുറെ കാലം ജീവിക്കണം. അല്ലാഹുവിനോട് ചോദിക്കണം. ആ ജീവിതത്തിൽ തന്നെ കുറെ കാലം ജീവിക്കുമ്പോ ധാരാളം നന്മകൾ ചെയ്യണം, അറ്റമില്ലാത്ത നന്മകൾ ചെയ്യണം, അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തിനാണ് ഇത്രയധികം അമല് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. കുറെയൊക്കെ വിതരണം ചെയ്യാനുണ്ടാകും, അല്ലെ? കുറെയൊക്കെ കൊടുക്കാനുണ്ടാകും. അപ്പുറത്തെ അയൽവാസിക്ക്, നാത്തൂന്, അമ്മായിയുമ്മക്ക്, മരുമകൾക്ക്, കുടുംബത്തിലെ പലർക്കും ഇങ്ങനെ വിതരണം ചെയ്യാനുണ്ടാകും. പല ആളുകൾക്കും കൊടുക്കാനുണ്ടാകും. കൊടുത്തു കഴിഞ്ഞാൽ അമലുകൾ തീരരുത്. അങ്ങനെയാണ്. എത്ര വിതരണം ചെയ്താലും നമ്മൾ തീരരുത്. തീരാത്ത അത്ര അമലുകൾ ഉണ്ടാകണം. അതുകൊണ്ട് തെറ്റുകൾ, ഒരാളെ ഗീബത്ത് പറയാം, നമീമത്ത് പറയാം എന്നല്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരാളെ കുറിച്ച് പറയേണ്ടി വന്നു പോയാൽ, പറഞ്ഞു പോയാൽ, ആ പറഞ്ഞതിന്റെ പകരമായി നമ്മുടെ അമലുകൾ എടുത്ത് അയാൾക്ക് അല്ലാഹു കൊടുക്കും. അങ്ങനെ കൊടുക്കാത്ത ഒരു അമല് മാത്രമേ ഉള്ളൂ. അത് ഏതാണ് അമല്? എല്ലാ അമലും അല്ലാഹു വിതരണം ചെയ്യും. എല്ലാ അമലും അല്ലാഹു കൊടുക്കും. നിസ്കാരം കൊടുക്കും, നോമ്പ് കൊടുക്കും, സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും. കുറെ കൊടുത്ത് അവസാനം ഒന്നില്ലാണ്ടായി പോയാൽ അഊദു ബില്ലാഹ്, മുഫ്ലിസ് എന്ന് അവരെ കുറിച്ചാണ് പറയുക, വലഞ്ഞവൻ എന്ന് അവരെ കുറിച്ചാണ് പറയുക. അവരാണ് വലഞ്ഞവർ, അവരാണ് മുടിഞ്ഞവർ. അല്ലാഹു അങ്ങനെയുള്ള ആളുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ കൊടുത്ത് എല്ലാ അമലും കൊടുത്താലും ഒരു അമല് കൊടുക്കൂല. പക്ഷെ ഇന്ന് ആരും ചെയ്യുന്നത് കാണുന്നില്ല. ഏതാണ് അമല്? അതേ 5 വക്ത് നിസ്കാരത്തിന് വേണ്ടി വളുവെടുക്കുന്നില്ലേ? ഏത് സമയത്ത് വളുവെടുത്താലും വളുവിന്റെ ശേഷം ഒരു ദുആ ഇല്ലേ? ആ ദുആ 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് നോക്കിയിട്ട് തലമുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ചെയ്യേണ്ടുന്ന ഒരു ദുആയല്ലേ? ആ ദുആ ഒരാൾ ചെയ്താൽ ആ ദുആഇന്റെ പ്രതിഫലം അല്ലാഹു വേറൊരാൾക്കും നൽകുകയില്ലെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് വേറൊരാൾക്ക് കൊടുക്കൂല, അത് നമുക്ക് മാത്രമുള്ളതാണ്. അത് വിതരണം ചെയ്യൂല. അതുകൊണ്ട് അത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. നിസ്കാരം ഒളുവെടുത്തു കഴിഞ്ഞാൽ ഉടനെ കൈകൾ ഉയർത്തുക. എന്നിട്ട് നമ്മൾ ചൊല്ലേണ്ട ആ ദുആ, ആ ദിക്ർ നമ്മൾ ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, എത്ര കൊടുത്താലും തീരാത്ത അമലുകൾ നമുക്ക് വേണം. എത്ര കൊടുത്താലും തീരരുത്. ആ അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. എന്നിട്ട് ദീർഘായുസ്സോടെ ജീവിക്കണം. അങ്ങനെ ദീർഘായുസ് എന്നുള്ളത് അടിച്ചു പൊളിക്കാനല്ല, കുറെ തെറ്റുകൾ ചെയ്യാനല്ല, തലമറക്കാതെ നടക്കാനല്ല, അന്യപുരുഷന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം കാണിക്കാനല്ല. അല്ലാഹു നമുക്ക് ദീർഘായുസ് തന്നത്, ആഫിയത്ത് തന്നത്, ആരോഗ്യം തന്നത് ഈമാനോടുകൂടെ ജീവിക്കാനാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സ്ത്രീക്ക് അല്ലാഹുവിന്റെ ദീനിൽ വലിയ സ്ഥാനമാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കൽ പുണ്യമാണ്. ഹജ്ജ് ചെയ്ത കൂലിയ. ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലേ? പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നീണ്ട ദിവസങ്ങൾ ഒരുങ്ങണം, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കണം, പരിശുദ്ധമായ മക്കയിൽ ചെല്ലണം, എന്നിട്ട് ദിവസങ്ങളോളം അധ്വാനിക്കണം, കഷ്ടപ്പെടണം. എന്നിട്ടുള്ള ആ യാത്രകൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരാൾക്കുണ്ടാകുന്ന അധ്വാനം എത്ര വലുതാണ്. ആ ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു ഒരാൾക്ക് കൊടുക്കുകയാണ്, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ. അതുകൊണ്ടാണ് ചില മഹാന്മാര് അവര് വല്ലാതെ ഉമ്മാന്റെ മുഖം നോക്കി കരയുമായിരുന്നുവത്രേ.
ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇനി എനിക്ക് ഹജ്ജിന്റെ കൂലി കിട്ടാൻ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ, ഇനി എനിക്ക് നോക്കാൻ കഴിയൂലല്ലോ. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം, കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഉമ്മാനെ വല്ലാതെ ഒരു ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാർക്ക്, ആ ഉമ്മയാകുന്ന സ്ത്രീക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ വലുതാണ്. പക്ഷേ ആ ഉമ്മ, ആ സഹോദരി ആളുകളുടെ മുന്നിൽ ഡാൻസ് കളിക്കാനുള്ളവരല്ല. അവര് ആളുകളുടെ മുന്നിൽ ഷോ കാണിക്കാനുള്ളവരല്ല. ആളുകളുടെ മുന്നിൽ എന്തെങ്കിലും ബ്ലോഗുമായി വരാനുള്ളവരല്ല. ആളുകളുടെ മുന്നിലേക്ക് തന്റെ നാണം മറക്കാതെ കടന്നു വരാനുള്ളവരല്ല. അങ്ങനെയല്ല ദീന് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ ഉമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കല്യാണം കഴിക്കേണ്ടത് ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരു ഭർത്താവിനെയായിരിക്കണം. ഭർത്താവാണെങ്കിൽ ആദ്യമൊക്കെ സ്വന്തമായി ബ്ലോഗ് ചെയ്ത് അതൊക്കെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോ ഒരു പെണ്ണിനെ കൂട്ടുകയാണ്. പരസ്യം കൊടുക്കുന്നത് തന്നെ എന്റെ കൂടെ ബ്ലോഗിൽ അഭിനയിക്കാൻ കഴിവുള്ള പെൺകുട്ടിയെയാണ് ഞാൻ കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അഊദു ബില്ലാഹ്. ദുനിയാവിൽ നിന്ന് തന്നെ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത ചില ആളുകളായി ചില ആളുകൾ മാറിപ്പോവുകയാണ്. എല്ലാ നാണങ്ങളും എല്ലാ മാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അഴിഞ്ഞാട്ടം, അഊദു ബില്ലാഹ്. ഏത് പരിപാടികളായാലും അവിടെ കാണുന്നത് ഉമ്മത്തിലെ സഹോദരിമാരെയാണ്. ദീൻ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഉമ്മാ സഹോദരി, ആ അതിർവരമ്പ് മറിച്ച് കടക്കല്ല, ആ അതിർവരമ്പിന്റെ അപ്പുറത്തേക്ക് കടക്കല്ല. അല്ലാഹു ഭൗതികമായ ലോകമാണ് ശാശ്വതമാക്കി വച്ചത് എന്ന് കരുതല്ല. ഇവിടെ നിന്ന് യാത്ര പോകാനുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മുഖത്തിന്റെ മേനി വർദ്ധിപ്പിക്കുകയാണ്. ആരെ കാണിക്കാനാണ്? ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാനാണോ? അല്ല, അന്യരുടെ മുന്നിൽ എന്റെ സൗന്ദര്യം കാണിക്കണം, എനിക്കൊന്ന് ഉഷാറാകണം. എന്നാൽ ചിന്തിക്കണേ, ആ കവിൾത്തടത്തിൽ ഒരു പിടി മണ്ണ് വെക്കുന്ന ദിവസമുണ്ട്, ദിനരാ ദിവസമുണ്ട്. എല്ലാം അവസാനിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് ആ ഖബറിൽ നമ്മുടെ മൂടുപടം അഴിക്കുകയാണ്. മൂടുപടം അഴിച്ചതിന് ശേഷം ഒരു പിടി മണ്ണെടുക്കുകയാണ്. എന്നിട്ട് ഒരു പിടി മണ്ണിലേക്ക് 3 തവണ പാരായണം ചെയ്യണം സൂറത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ സൂറത്ത് പാരായണം ചെയ്ത് 3 തവണ അതിലേക്ക് പാരായണം ചെയ്ത് ഊതൽ പുണ്യമാണ്. എന്നിട്ട് ആ ഒരു പിടി മണ്ണെടുത്തിട്ട് നമ്മുടെ കവിൾത്തടത്തിലേക്ക് വെക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് പടച്ചത്, ഈ മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്, ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് നിന്നെ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പിടി മണ്ണ് ഖബറിൽ വെച്ച് നമ്മുടെ കവിൾത്തടത്തിലേക്ക് വെക്കുമ്പോ ഇത്രയും കാലം ആളുകളുടെ മുന്നിൽ സൗന്ദര്യത്തിന് വേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മുഖം മേനി നടിച്ച് നടന്നവരാണോ? സുബ്ഹാനല്ലാഹ്, അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ചിന്തിക്കണേ, മനസ്സിലാക്കണേ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.